ഹായ് ഹലോ എവരിവൺ. ഒരു ട്രേഡറിൻ്റെ ചാർട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട രണ്ട് മൂന്ന് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്നെന്ന് പറയുന്നത് വോളിയം ആണ്. ഇവിടെ കാണാൻ പറ്റും അല്ലേ? വോളിയം ആണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം EMA ആണ്. നമുക്കിവിടെ ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് വ്യൂവിൽ നമുക്കൊരു 3 ഇൻഡിക്കേറ്റേഴ്സ് ഫ്രീ ആണ്. അപ്പോൾ കണ്ടില്ല, ഒരു വോളിയവും ഒരു 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മൂവിങ് ആവറേജ് EMA, മൂവിങ് ആവറേജ് 20യും അതുപോലെ വോളിയമാണ്. വോളിയം എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ഈ താഴെയുള്ളതിനാണ് നമ്മൾ വോളിയം എന്ന് പറയുക. ഈ വോളിയത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രീനും അല്ലെങ്കിൽ എത്രത്തോളം ബൈ അല്ലെങ്കിൽ എത്രത്തോളം സെല്ലിങ് വന്നിട്ടുണ്ടെന്ന്, അത് ഒരു ഇമ്പാക്ട്ഫുൾ ആണോ അല്ലെങ്കിൽ നമുക്കതിൽ എത്രത്തോളം യൂസ്ഫുൾ ആവും നമ്മൾ ഒരു കൺഫർമേഷൻ എടുക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞാൽ കൺഫർമേഷൻ തരലാണ് ഇൻഡിക്കേറ്ററിൻ്റെ പണി. അപ്പോൾ എല്ലാം അത്ര പക്ക വർക്കിംഗ് അല്ലെങ്കിൽ പോലും ചിലതൊക്കെ ഭയങ്കര വർക്കിംഗ് ആയിട്ടാണ്. ഇപ്പോൾ വോളിയം ആണെങ്കിലും EMA ആണെങ്കിലും ചില ടൈമിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് യൂസ്ഫുൾ ആണ്. ഇപ്പോൾ വോളിയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ബൈ വന്നിട്ടുണ്ട് ഇന്ന് കണ്ടില്ല, ഇന്ന് നല്ലൊരു ബൈ വന്നൊരു ഡേ ആണ്. അപ്പോൾ ഏകദേശം കണ്ടില്ല, ഇന്നത്തെ വോളിയം എന്ന് പറയുന്നത് നല്ലൊരു വോളിയം ഉണ്ട്. ടൈറ്റനിൽ അത്യാവശ്യം വോളിയം കുറവാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ട്, വോളിയം ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ഗുഡ് വോളിയം തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വോളിയം അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടല്ലേ, വലിയ വോളിയത്തിലാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് ആ വോളിയം എന്ന് പറയുന്ന സംഭവം ഈ ലെഫ്റ്റിൽ വോളിയത്തിൻ്റെ നമ്മൾ ആഡ് ചെയ്ത ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇതിവിടെ ഉണ്ടല്ലോ, ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ തുടരുന്ന ടൈമിൽ ഇത് കണ്ടില്ലേ, ഈ ഒരു ഇതിൽ നമ്മുടെ ആരോ മാർക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 4.53 മില്യൺ ആണ് ഇതിലൊരു ബൈയിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വോളിയം എന്ന് പറയുന്നത്. ബൈയിങ് എന്ന് പറയാൻ പറ്റില്ല, വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. വോളിയം ഭയങ്കര യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിലും അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ചെറിയൊരു ഇൻട്രാഡേ എടുക്കുകയാണെങ്കിൽ കൂടി, സ്കാൽപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടി ചില സമയങ്ങളിൽ ചില സമയത്തല്ല വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. അതുപോലെ EMAയിലേക്ക് വരുന്ന സമയത്ത് EMAയുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു EMA എടുക്കുകയാണ്, അതിന് മൊമെൻറ്റത്തിനെ സൂചിപ്പിക്കുകയാണ്. ഇതിപ്പോൾ 20 ആണ്, ഇതല്ലേ 20. ഇതിപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൽ സെറ്റിങ്സ് ഉണ്ട്, സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിങ്സ് വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സെറ്റിങ്സിൽ നമ്മളിപ്പോൾ 20 ഉണ്ട്, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു 50 ഇട്ട് കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മൊമെൻറ്റം ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ 200 മൂവിങ് ആവറേജ് കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊമെൻറ്റത്തിലാണോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഒരു നല്ല സ്റ്റോക്കാണെന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് ഇതിലൂടെ പറ്റും. 200 മൂവിങ് ആവറേജിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരുപാട് താഴെ പോകുന്നു. അതിന് മുകളിൽ വർക്ക് ചെയ്യുന്നത് നല്ലൊരു സ്പേസ് ആണെന്നാണ് മനസ്സിലാവുന്നൊരു കാര്യം. അതല്ലാതെ ചെറിയ നമ്മൾ എപ്പോഴും EMA ചെറുത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റം കറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. വലുതാകുമ്പോൾ നമുക്ക് അധികം എപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 20 യൂസ് ചെയ്തത്. 20 ഒക്കെ ഒരു നല്ല സപ്പോർട്ട് തരുന്നൊരു EMA ആണ് 20 EMA എന്ന് പറയുന്നത്. 20 EMA നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇവിടെ 20 EMA വന്നു. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് 20 EMAൻ്റെ മുകളിൽ വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടുന്ന് മുകളിൽ വന്ന സമയത്തൊക്കെ അപ് ട്രെൻഡിങ്ങാണ് പോയി. ഈ ഒരു സോണിക്ക് വന്നപ്പോൾ അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ താഴോട്ട് പോയി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഫാക്ടേഴ്സ് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം, നല്ലതാണ്. കണ്ടില്ലേ, ഇതിന് താഴെ പോയി, പിന്നെ തിരിച്ച് സ്റ്റോക്ക് കയറി. അതിന് മുന്നേ നമുക്കിവിടെ EMAൻ്റെ മുകളിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. 1, 2, 3, 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ അടുത്ത് വന്നിട്ട് പിന്നീട് കയറിപ്പോയതാണ്. അതുപോലെ ഇവിടെയും കയറിപ്പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് മൂവിങ് ആവറേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ പോണ ടൈമിലൊക്കെ നമുക്ക് ഇതിന് കൺസോൾട്ടേഷൻ എന്ന് വിളിക്കും, ഒരു സോണിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ. അപ്പോൾ നമുക്ക് ഇതിലൊന്നും വലിയ രീതിക്ക് എൻട്രിക്ക് പോകാണ്ടിരിക്കണം നല്ലത്. പിന്നെ ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. EMAൻ്റെ താഴെ പോയപ്പോൾ സ്റ്റോക്ക് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് വന്നു. പിന്നെ EMAയുടെ മുകളിലേക്ക് വന്നു, പിന്നീട് കയറിപ്പോയി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ട്രേഡ്സ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവാൻ പറ്റില്ല. ഒരിക്കലും ഒരാളും ട്രേഡ് എടുക്കുന്നത് ഇങ്ങനെ ഒരു ഫാക്ടർ നോക്കിയിട്ടല്ല. പക്ഷേ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. തെറ്റായിട്ടൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പല കാര്യങ്ങളുടെ കൂടെ ഇതൊരു യൂസ്ഫുൾ ആണ്. കണ്ടില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നിക്കൽസിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടാണ്. നമുക്ക് ട്രേഡിങ്ങിൽ എപ്പോഴും കൺഫർമേഷൻസ് ആണ് വേണ്ടത്. ഒരുപാട് കൺഫർമേഷൻ, എത്ര കൺഫർമേഷൻ കിട്ടുന്നോ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഇത് യൂസ് ചെയ്താലും നല്ലൊരു കൺഫർമേഷൻ കിട്ടും, വോളിയം യൂസ് ചെയ്ത് കൺഫർമേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഗെയിം വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കുക. EMA ആൻഡ് വോളിയം രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയും EMA. അത് നമ്മളിത് എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൽ പോയി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് EMA കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണാം, എല്ലാ വീഡിയോസും കാണാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.